ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യക്കുള്ള തീരുവ ഇനിയും ഉയർത്തുമെന്ന് ട്രംപ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അറിയിച്ചിരുന്നുവെന്നും ട്രംപ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇന്ത്യ വലിയ വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേലുള്ള തീരുവ ഇനിയും ഉയർത്തിയേക്കുമെന്നും ട്രംപ് പറഞ്ഞു. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അറിയിച്ചെന്നും ട്രംപ് പറയുന്നു. ഒരാഴ്ചക്കിടെ 3-ാം തവണയാണ് ട്രംപിന്റെ അവകാശവാദം. എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് സംബന്ധിച്ച പ്രധാനമന്ത്രി മോദി US പ്രസിഡന്റ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചിട്ടില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യ യുക്രൈനെതിരായ യുദ്ധത്തെ സഹായിക്കുകയാണെന്നാണ് USന്റെ ആരോപണം. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് അമേരിക്ക ഇതിനോടകം 50% തീരുവ ചുമത്തിയിട്ടുണ്ട്. റഷ്യയുമായുള്ള ക്രൂഡ് ഓയിൽ വ്യാപാര കരാർ അവസാനിപ്പിച്ചില്ലെങ്കിൽ തീരുവ തുടരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. റിഫൈനറികളിലെ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് റഷ്യ കയറ്റുമതി വർദ്ധിപ്പിച്ചതിനാൽ ഒക്ടോബറിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി 20% ഉയരുമെന്നും പ്രതിദിനം 1.9 ദശലക്ഷം ബാരലിലെത്തുമെന്നും കമ്മോഡിറ്റീസ് ഡാറ്റാ സ്ഥാപനമായ കെപ്ലർ കണക്കാക്കുന്നു. ഇന്ത്യൻ റിഫൈനറികൾ നവംബറിലേക്കുള്ള ഓർഡർ ഇതിനകം നൽകിയിട്ടുണ്ട്. ഡിസംബറോടെ എത്തിയേക്കും. എന്നാൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ഡിസംബറിലോ ജനുവരിയിലോയുള്ള ഇറക്കുമതി കണക്കുകളിൽ നിന്ന് വ്യക്തമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാനഡയിൽ നിന്നും വൻതോതിൽ ഇന്ത്യക്കാരെ പുറത്താക്കുന്നു. കുടിയേറ്റ വിരുദ്ധ വികാരം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണിത്. കാനഡയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുടെ എണ്ണത്തിൽ ഇന്ത്യ 2-ാം സ്ഥാനത്താണ്. കനേഡിയൻ ബോർഡർ സർവീസ് ഏജൻസിയാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത്. 2019 625 ഇന്ത്യക്കാരാണ് കാനഡയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. 2025 ജൂലൈ 28 ആയപ്പോഴേക്കും 1891 ഇന്ത്യൻ പൗരന്മാരാണ് കാനഡയിൽ നിന്ന് നിർബന്ധിതമായി പുറത്താക്കപ്പെട്ടതെന്ന് കനേഡിയൻ ബോർഡർ സർവീസ് ഏജൻസി പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. മെക്സിക്കൻ പൗരന്മാരാണ് കാനഡയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറത്താക്കപ്പെടുന്നത്. കഴിഞ്ഞ വർഷം 1997 ഇന്ത്യൻ വംശജർ പുറത്താക്കപ്പെട്ടപ്പോൾ 3683 മെക്സിക്കൻ പൗരന്മാരും 981 കൊളംബിയൻ പൗരന്മാരുമാണ് പുറത്താക്കപ്പെട്ടത്. കാനഡയിൽ കുടിയേറ്റ വിരുദ്ധ വികാരം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെടുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം കൂടിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബൈക്ക് ഡെലിവറി റൈഡർമാർക്ക് ദുബായ് റോഡുകളിൽ അതിവേഗ പാതകൾ ഉപയോഗിക്കുന്നതിന് വിലക്ക്. നവംബർ 1 മുതലാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വരിക. ബൈക്ക് ഡെലിവറി റൈഡർമാർ ഉൾപ്പെട്ട ഗതാഗത നിയമലംഘനം വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. 5 അതിലധികമോ ലൈനുകളുള്ള റോഡുകളിൽ ഇടതുവശത്തുള്ള 2 ലൈനുകളും 3-4 ലൈനുകളുള്ള റോഡുകളിൽ ഏറ്റവും ഇടത് ലൈനും ഡെലിവറി ബൈക്കുകൾക്ക് നിരോധിക്കപ്പെടും. 2 ലൈനുകളുള്ള റോഡുകളിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഏത് ലൈനും ഉപയോഗിക്കാം. നിയമം ലംഘിക്കുന്നവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും പിഴ ചുമത്തുകയും ചെയ്യും. റോഡ് സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ദുബായ് പോലീസും റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ചേർന്നാണ് തീരുമാനമെടുത്തത്. കഴിഞ്ഞ വർഷം 854 ട്രാഫിക് അപകടങ്ങളും 2025 962 അപകടങ്ങളും ഡെലിവറി റൈഡർമാരുടെ നിയമലംഘനങ്ങൾ കാരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില റൈഡർമാർക്കിടയിൽ സുരക്ഷിതമല്ലാത്ത ഡ്രൈവിംഗ് രീതികൾ നിലനിൽക്കുന്നതായി കാണുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.